വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊലോസ്സാസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങളുടെ ജോലി എന്തു തന്നെയായിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നതുപോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവിൻ. നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. കർത്താവായ ക്രിസ്തുവിനെ തന്നെയാണല്ലോ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്. തെറ്റു ചെയ്യുന്നവന് ശിക്ഷ ലഭിക്കും. അക്കാര്യത്തിൽ മുഖം നോട്ടമില്ല. ഓർമ്മിക്കുക, വിശുദ്ധ മാരിയൂസ് മെത്രാന്റെ ഓർമ്മ ദിനമാണിന്ന്. സ്വിറ്റ്സർലൻഡിൽ അവഞ്ചസ് എന്ന സ്ഥലത്തെ മെത്രാനായിരുന്ന മാരിയൂസ് ഒരു റോമൻ കുടുംബത്തിൽ 530-ാം ആണ്ടിൽ ജനിച്ചുവെന്നാണ് ലോസെയ്നിലുള്ള അദ്ദേഹത്തിന്റെ കബറിടത്തിലെ ലിഖിതത്തിൽ നിന്ന് ഗ്രഹിച്ചിട്ടുള്ളത്. 574-ൽ അദ്ദേഹം അവഞ്ചസിലെ മെത്രാനായി. 585-ൽ ആ മെത്രാൻ സ്ഥാനം കൂടുതൽ പ്രസിദ്ധമായ ലോസെയ്ൻ നഗരത്തിലേക്ക് മാറ്റപ്പെട്ടു. വിശുദ്ധ കുർബാനയ്ക്കുള്ള തിരുപാത്രങ്ങൾ അദ്ദേഹം തന്നെ സ്വർണം കൊണ്ടുണ്ടാക്കുമായിരുന്നു. പഠനത്തിലും പ്രാർത്ഥനയിലും സ്വർണപ്പണിയിലും അദ്ദേഹം സമയം ചിലവഴിച്ചു. ലൊസൈനിലെ വിശുദ്ധ മേരിയുടെ ദേവാലയം പണിയിച്ചതും ഉദാശ ചെയ്തതും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം രചിച്ചിട്ടുള്ള നാലാഗമം ഹ്രസ്വമാണെങ്കിലും 6-ാം ശതാബ്ദത്തിലെ ചരിത്ര പഠനത്തിന് വളരെ ഉപകാരപ്രദമായിരുന്നു. 453 മുതൽ 581 വരെയുള്ള പ്രധാന സംഭവങ്ങൾ പ്രസ്തുത ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 594-ൽ അദ്ദേഹം നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. അദ്ദേഹത്തിലൂടെ സമൂഹത്തിന് കിട്ടിയ അനുഗ്രഹങ്ങളുടെ മൂല്യം കണക്കിലെടുത്ത് ജനങ്ങൾ ലോസെയ്നിൽ മാരിയൂസിനെ വിശുദ്ധനായി വന്ദിച്ചു പോന്നു. അലസ മസ്തിഷ്കം പിശാചിന്റെ പണിപ്പുരയാണെന്ന് വിശുദ്ധ മാരിയൂസ് പറയുമായിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനകരമായ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ ജീവിതത്തിന് സഹായകമായിരിക്കും. നമുക്കും ഈ വിശുദ്ധന്റെ കർമ്മനിരതമായ പ്രവർത്തനങ്ങൾ മാതൃകയായി സ്വീകരിച്ച് വിശുദ്ധരാകുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. മണ്ണിൽ വീണഴിയുന്ന ഗോതമ്പ് മണി പോൽ ഒരു വേളയഴിയാൻ കഴിഞ്ഞുവെങ്കിൽ, മണ്ണിൽ വീണഴിയുന്ന ഗോതമ്പ് മണി പോൽ ഒരു വേളയഴിയാൻ കഴിഞ്ഞുവെങ്കിൽ, ശൂന്യനായി കുരിശിൽ ബലിയായ പോലെ വേള ശൂന്യനായി തീർന്നുവെങ്കിൽ, സ്വയമൊന്നു നൽകാൻ കഴിഞ്ഞുവെങ്കിൽ, നൽകുന്നു കാഴ്ചയായി നാഥ എന്റെ ജീവിതം പൂർണ്ണമായിന്ന്. പാവനവേദിയിൽ പൊടിയും ദിവ്യകൂദാശയായി എന്നെ മാറ്റൂ.
ചെയ്തികൾ ഒരു വേള വിടിയാൻ കഴിഞ്ഞുവെങ്കിൽ നിന്നോടിണങ്ങാത്ത എൻ ബുദ്ധി ചെയ്തികൾ ഒരു വേള വിടിയാൻ കഴിഞ്ഞുവെങ്കിൽ ആത്മാവിറങ്ങി വന്നാവസിച്ചിടുന്നൽ ബലിവസ്തുവാകാൻ കഴിഞ്ഞുവെങ്കിൽ ഒരു വേളയാഗമായി മാറിയെങ്കിൽ മണ്ണിൽ വീണഴിയുന്ന ഗോതമ്പ് മണി പോൽ ഒരു വേളയഴിയാൻ കഴിഞ്ഞുവെങ്കിൽ എൻ സ്വാർത്ഥ ജീവിത ഭണ്ഡാരത്തിൻ അഴിയാൻ മടിക്കുന്ന ധാന്യങ്ങളെ എൻ സ്വാർത്ഥ ജീവിത ഭണ്ഡാരത്തിൻ അഴിയാൻ മടിക്കുന്ന ധാന്യങ്ങളെ ഒരു വേളയെങ്കിലും പൂർണ്ണമായി നൽകി കുരിശോടു ചേരാൻ കഴിഞ്ഞുവെങ്കിൽ രക്തത്തിൽ നനയാൻ കഴിഞ്ഞുവെങ്കിൽ നൽകുന്നു കാഴ്ചയായി